27/1/2026 നടക്കാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന തസ്തിയിലേക്കുള്ള എക്സാമിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ട്രേഡ്സ്മാൻ, അല്ലെങ്കിൽ ആരാണ് ഈ ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു തിങ്കിങ് നിങ്ങളുടെ മൈൻഡിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓവർസിയർ എക്സാമുകൾ, അല്ലെങ്കിൽ നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറയുന്ന രീതിയിലുള്ള ഓവർസിയർ എക്സാമുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണെന്നും അതിൻ്റെ ജോലി സാധ്യതകൾ, ദാറ്റ് ഈസ് നോക്കിയ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. യെസ്, അതിന് മുന്നേ നമ്മൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു തസ്തിക ഉള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കൽ ഹൈസ്കൂളുകൾ അതിലേക്ക് വരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം പോളിടെക്നിക്സ്, ദാറ്റ് ഈസ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള പോളിടെക്നിക്സ്, ഡിപ്ലോമ പഠിച്ചെടുക്കുന്ന പോളിടെക്നിക്സ് ഇതിൽ വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം എഞ്ചിനീയറിംഗ് കോളേജുകളും ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം നോൺ ടീച്ചിങ് കാറ്റഗറിയിൽ വരുന്ന ഒരു പോസ്റ്റാണ്. ടീച്ചിങ് ജോബ് അല്ലെങ്കിൽ കൂടെയും അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഏതൊരു ടീച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ ടീച്ചിങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, നമുക്ക് അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഫീസേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും സർക്കാർ തരുന്ന 2 മാസത്തെ വേതനത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സാലറിയോട് കൂടിയുള്ള ആ ഒരു ലീവും കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഒരു പോയിന്റ്. അപ്പം നിങ്ങൾ ഓവർസിയർ ആയിട്ട് കയറുന്ന, 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ട് കയറുന്ന ഒരാൾക്ക് നമുക്കറിയാം PWD ആയിക്കോട്ടെ, LSTD ആയിക്കോട്ടെ, ഇനി കേരള വാട്ടർ അതോറിറ്റി ആണെങ്കിൽ പോലും അതിന് ബേസിക് പേ അറൗണ്ട് ഒരു 26,000 ആണ് അതിന് ബേസിക് പേ പറയുന്നത്. അതേ തസ്തിക അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വരുന്ന നമുക്കറിയാം ITI ആൾക്കാർക്ക് എൻട്രി പോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് ഏതൊരു ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കേരള PSCയിൽ എന്തായിരിക്കും അതിന്റെ എൻട്രി പോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എൻട്രി പോസ്റ്റ് ആയിട്ട് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കത് ട്രേഡ്സ്മാൻ സിവിൽ ആണെന്ന് അറിയാം. ഇനി അവിടെ ഡിപ്ലോമക്കാർക്കുള്ള എൻട്രി പോസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ BTechകാരുടെ എൻട്രി പോസ്റ്റും അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് പറയാം. അപ്പോൾ ഈ പറയുന്ന ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് PSC നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം 16,058 ആയിരുന്നെങ്കിൽ അവിടെ കൺഫർമേഷന് സാധ്യത കൊടുത്തു. അങ്ങനെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഇപ്പോൾ നിലവിലുള്ള എണ്ണം എന്ന് പറയുന്നത് 14,000ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഏകദേശം 2,000 പേര് കൺഫർമേഷൻ കൊടുക്കാതെ അവിടുന്ന് പോയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 7 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഇത്രയും സ്ഥാപനങ്ങളിലുള്ള വരുന്ന, അല്ലെങ്കിൽ സിവിൽ കഴിഞ്ഞ അല്ലെങ്കിൽ സിവിലുള്ള കോളേജുകളിലൊക്കെ വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വസ്തുതയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 7 വേക്കൻസി എന്ന് പറയുന്നത് ഇത്രയും കാലം നമുക്കറിയാം ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ എപ്പോഴും എന്തായിരുന്നു, ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ജില്ലകളിലേക്കും, ഇപ്പോൾ തിരുവനന്തപുരം ആയിക്കോട്ടെ, കൊല്ലം ആയിക്കോട്ടെ, എല്ലാ ജില്ലകളിലേക്കും അതാത് ജില്ലകളിലേക്കുള്ള വേക്കൻസികൾക്ക് അനുസരിച്ച് ഒരുപാട് തവണ എന്തുണ്ടാവും, എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സെൻട്രലൈസ്ഡ് ആക്കിയപ്പോൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആക്കി മാറ്റിയ സമയത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഈ വേക്കൻസികൾ 7 വേക്കൻസി എന്ത് ചെയ്യും, ഒരുപാട് ഉയരാൻ സാധ്യത ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ ഒരു PWD അല്ലെങ്കിൽ LSTD കയറുന്ന ഒരാൾക്ക് ഗ്രേഡ് 3 കിട്ടുന്ന അതേ വേതനത്തോടെ അല്ലെങ്കിൽ അതേ സാലറിയോടുകൂടെ തന്നെ അടിപൊളിയായിട്ട് ഒരു ജോലിയുടെ പ്രഷറോ, നിങ്ങൾക്കറിയാം ബാക്കിയുള്ള PWD ആയാലും LSTD ആയാലും ഒക്കെ അവിടെ നിന്നുണ്ടാകും ജോലി സംബന്ധമായിട്ട് ഒരുപാട് വർക്കുകൾ, അവിടെ ഓവർസിയർ ലെവലിലുള്ള വർക്കുകൾ അവിടെ ഉണ്ടാകും. പക്ഷേ അതേ ലെവലിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഇവിടേക്കും ITI, ഡിപ്ലോമ, BTech കഴിഞ്ഞ ആൾക്കാർക്കും അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ചാൻസ് ഉള്ളത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ ആസ്വദിച്ചുകൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ ഒരു ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന തസ്തികയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ജോലിയുടെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു ലാബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും ഒരു ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലുള്ള ആളുണ്ടായിരിക്കും. ദെൻ അവിടെ താഴേക്ക് വരുന്ന ഒരാളായിട്ടാണ് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റിൽ ആളുണ്ടായിരിക്കാം. അപ്പം നമുക്ക് അറിയേണ്ടത് ഇത്രമാത്രം ട്രേഡ്സ്മാൻ, അതിനുശേഷം ട്രേഡ് ഇൻസ്ട്രക്ടർ, ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ് അവിടെ ഉള്ളത്.
അപ്പോൾ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം അവിടെ ഒരു ലാബിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് നോക്കിയേ, അത് ടെക്നിക്കൽ ഹൈസ്കൂൾ ആയിക്കോട്ടെ, ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം നോക്കിയ പോളിടെക്നിക് ആയിക്കോട്ടെ, ഇനി അത് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും അവിടെ എല്ലാം വരുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാകും, അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ ഡെമോൺസ്ട്രേറ്റർ ഉണ്ടാകും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കും. ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന പോസ്റ്റുള്ള ആളുണ്ടായിരിക്കും. അപ്പോൾ ആ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്തിട്ടുള്ളത്, ഈ ഒരു വേക്കൻസിയിലേക്ക് ആളെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം ഒരു ITI കഴിഞ്ഞ അല്ലെങ്കിൽ ഡിപ്ലോമ ആയിക്കോട്ടെ, ബിടെക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ഇത് എൻട്രി പോസ്റ്റ് ITIക്കാർക്കാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അവിടെ ഹയർ എഡ്യൂക്കേഷൻ നോക്കി ഈ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ അവിടെ വാല്യുബിൾ ആണ് നോക്കി അവിടെ കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട്, വാലിഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്ലിക്കബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നല്ലൊരു അവസരമാണ്. വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്ത് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരിക്കുള്ളൂ. ഓവർസിയർ എക്സാമിന് എന്താണോ നമ്മൾ പഠിക്കുന്നത് അതേ സിലബസ് തന്നെയാണ് ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടെ കിട്ടുകയാണ്. ഓവർസിയർ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പേര് ശ്രദ്ധയിൽപ്പെടുത്താതെ പോയി കഴിഞ്ഞാൽ നോക്കി അവിടെ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഓവർസിയർ എക്സാമുകൾ ഇപ്പോൾ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് 1-2 മാസം കൂടുമ്പോഴൊക്കെ ഓവർസിയർ ലെവൽ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും എക്സാമുകൾ പ്രാക്ടീസ് ചെയ്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. പക്ഷെ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജോലിയുടെ ആ ഒരു നോക്കി സാധ്യത തന്നെയാണ്, നമുക്ക് ആ ജോലി ഉണ്ടാകുന്ന നോക്കി ആ ഒരു ഈസിനെസ് തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു ജോലിയിലേക്ക് നോക്കി ആ ഒരു കോമ്പറ്റീഷൻ കൂട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രേഡ്സ്മാൻ പോസ്റ്റ് സിവിൽ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് നമുക്ക് ഇതിനൊരു പ്രൊമോഷൻ സാധ്യത നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എൻട്രി പോസ്റ്റ് ആയിട്ട് കിട്ടുന്ന ട്രേഡ്സ്മാനിൽ നിന്ന് നമ്മളൊരു ഏകദേശം വർഷമാണ് പറയുന്നത്, ഒരു 3 വർഷം തൊട്ട് ഒരു 7 വർഷ കാലയളവിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ട്രേഡ്സ്മാൻ പോസ്റ്റിൽ കയറുന്ന ഒരാൾക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ട്രേഡ് ഇൻസ്ട്രക്ടർ എത്താനായിട്ട് അവിടെ ITI മാത്രമുള്ള ഒരാളാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ടാകും, ട്രേഡ് ഇൻസ്ട്രക്ടർ ആകും. ദെൻ ITI മാത്രമാണ് ആ ഒരാളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ ആ ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യും, അവിടെ ഗ്രേഡ് 1 ഗ്രേഡ് 2ലേക്കാണ് ആദ്യം പ്രൊമോഷൻ ആയിട്ട് ഉണ്ടാവുക. പിന്നെ അവിടെ എന്ത് ചെയ്യും, ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും അടുത്തൊരു ഗ്രേഡ് കിട്ടുകയും ഗ്രേഡ് വാങ്ങി നമുക്ക് എന്ത് ചെയ്യും, ഇൻക്രിമെന്റ് കിട്ടുകയും ചെയ്യും. അവിടെ ട്രേഡ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൽ അവിടെ തന്നെ നിൽക്കും. നേരെ മറിച്ച് കയറുന്ന ഒരാളെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കോ ഉള്ള ഒരാളാണെങ്കിൽ മനസ്സിലാക്കുക, നോക്കിയേ കയറുന്ന അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ആയിട്ട് കയറുന്ന ഒരാൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കോ ഉള്ള ഒരാളാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ പോലെ 3 to 7 ഇയേഴ്സിന്റെ ഉള്ളിൽ നോക്കി എന്തായിട്ടുണ്ടാവും, ട്രേഡ് ഇൻസ്ട്രക്ടർ ആയി മാറും. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ എന്തുണ്ടാകും, അടുത്ത പോസ്റ്റ് ദാറ്റ് ഈസ് നോക്കിയേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന നോക്കി ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ള ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള വലിയൊരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഡിപ്ലോമക്കാരുടെ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ എൻട്രി പോസ്റ്റ് ആയിട്ടാണ് അവിടെ PSC എന്ത് ചെയ്തിട്ടുള്ളത് നോക്കി ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുള്ളത് കൃത്യമായി ഒരു പോസ്റ്റ് അവിടെ വരുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കി ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ള ഒരാൾക്ക് നോക്കിയാൽ വളരെ അടിപൊളിയായിട്ട് തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എത്താൻ ഒരുപാട് സമയമൊന്നും ആവശ്യമായിട്ടുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷം കൂടുന്തോറും നമുക്ക് നമ്മുടെ സാലറിയിൽ ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ആ ഇൻക്രിമെന്റ് എല്ലാം കിട്ടിയതിന് ശേഷമാണ് ഇത് നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിലേക്ക് എത്തുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലയളവിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ നോക്കി നല്ലൊരു സാലറിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മളെ ആ ഒരു ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ജോലിയുടെ സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാം, രാവിലെ നമുക്ക് പോളിടെക്നിക് ആയിക്കോട്ടെ, ടെക്നിക്കൽ ഹൈസ്കൂൾ ആയിക്കോട്ടെ, ഇനി അത് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും അവിടെ ഒരു ഏകദേശം ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തന്നെയാണ് നമ്മളെ ആ ഒരു ജോലി സമയം ഉണ്ടായിരിക്കുക അല്ലെ. ആ ഒരു ജോലി സമയം ഉണ്ടായിരിക്കുക. ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം ട്രേഡ്സ്മാനായി കയറുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നോക്കി ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലികൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, ഓരോ കുട്ടികളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരെ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരെ ജോലി ചെയ്യാൻ സാധിക്കും. അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലിയിലേക്ക് നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓവർസിയർ ലെവൽ എക്സാമുകൾക്കുള്ള അതേ സിലബസ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് തുടങ്ങി അങ്ങനെ 10 മൊഡ്യൂളുകളായിട്ട് വരുന്ന ഓവർസിയർ സബ്ജക്റ്റുകൾ തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിന്റെ വെയിറ്റേജ് നോക്കിയാൽ നമുക്കറിയാം, ബേസിക് നോക്കിയാൽ ഡ്രോയിങ്ങിന് ഉണ്ടായിരിക്കുക 8 മാർക്കും, BM-ഉം BC-യും കൂടെ നമുക്കൊരു 32 മാർക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിൽ നിന്ന് 12 മാർക്ക്, ഇറിഗേഷനിൽ നിന്ന് 6 മാർക്ക്, സർവേയിൽ നിന്ന് 14, ഓട്ടോകാഡിൽ നിന്ന് 8, ദെൻ നോക്കിയ മെക്കാനിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ് നിന്ന് 6 മാർക്കിനും, ട്രാൻസ്പോർട്ടേഷൻ നിന്ന് 8 മാർക്കും, PHS ദാറ്റ് ഈസ് നോക്കിയ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് 6 മാർക്കിന് ക്വസ്റ്റ്യൻസും, അങ്ങനെ ടോട്ടൽ 100 മാർക്കിന് ക്വസ്റ്റ്യൻ ഓവർസിയർ ലെവൽ സബ്ജക്റ്റുകൾ തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്.
ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ ബേസിക് സാലറി നമ്മൾ 26,500 ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വർഷം ഇൻക്രിമെന്റ് കിട്ടി, നോക്കി ഈ പറഞ്ഞ രീതിയിലുള്ള പ്രൊമോഷനൊക്കെ കിട്ടി, നല്ല രീതിയിൽ തന്നെ നമുക്ക് ജോലി ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ജീവിക്കാനായിട്ടുള്ള ഒരു വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓവർസിയർ എക്സാമുകൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്കറിയാം 27-ാം തീയതിയാണ്, ദാറ്റ് ഈസ് നമുക്ക് ജനുവരി 27-നായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നുണ്ടായിരിക്കുക, സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന LSC ഗ്രേഡ് 2 എക്സാം കഴിഞ്ഞാലും അതേപോലെ തന്നെ സിലബസ് തന്നെയാണ് വീണ്ടും പഠിക്കാനുള്ളത്. ആ പഠനം അവിടെ നിർത്തരുത്, വീണ്ടും പഠിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നോക്കിയാൽ LSC ഗ്രേഡ് 2 എന്ന് പറയുന്നത് നമുക്ക് ഇതിനൊക്കെ ഒരു ഹയർ പോസ്റ്റാണ്, സാലറിയുള്ള ജോബാണ് വരുന്നത്. എങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബാക്കി ജോലികൾ ഞാൻ കുറച്ച് കാണുകയല്ല എങ്കിൽ പോലും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പത്തിൽ തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ട്രേഡ്സ്മാൻ സിവിൽ എന്ന് പറയുന്നത്. 7 വേക്കൻസി നിലവിലുണ്ട്. ആ 7 വേക്കൻസി വെറുതെ ഇനി എന്തായാലും ഉറപ്പായിട്ടും അവിടെ കൂടി വരും. അപ്പോൾ കൂടി വരുന്ന നമ്പറിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജോലി കിട്ടാൻ പാകത്തിലേക്ക് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ പഠനം ഈ രീതിയിൽ ഒന്നും അവിടെ നിർത്താൻ പാടില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ആ പഠനം അങ്ങനെ തന്നെ കൊണ്ടുപോകുക, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജനുവരി മാസം തന്നെ നടക്കാൻ വേണ്ടി പോകുന്ന മറ്റൊരു എക്സാമാണ് നമുക്കറിയാം, ഈ പറഞ്ഞ PCB AE എന്ന് പറയുന്ന പോസ്റ്റ് അല്ലേ. നമുക്കറിയാം എല്ലാവരും തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ബിടെക് കഴിഞ്ഞ ആൾക്കാർക്ക് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഒരു AE ആവുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ AE എക്സാമുകൾ നമുക്ക് PWD എക്സാം എന്തായാലും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ വരുന്ന ഈ PCB AE അടിപൊളിയായിട്ട് തന്നെ പഠിക്കാൻ നിങ്ങളിവിടെ റെഡി ആയിക്കോളൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം PCB ടാർഗറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് AE ടാർഗറ്റ് ചെയ്ത ഒരു കോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. അതിന് ഫീസ് ഉള്ളത് 12,999 ആണ്. അപ്പോൾ എൻറ്റയർ സിവിൽ സബ്ജക്റ്റുകളെല്ലാം കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു നിലവിലുള്ള നമ്മുടെ ഈ ഒരു കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇനി അത് തന്നെ PCB AEയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 70 മാർക്കോളം നമുക്ക് എന്താ വരുന്നുണ്ടായിരിക്കുക, എൻവയോൺമെന്റിലും കെമിക്കലും മാത്തമാറ്റിക്സും കൂടിയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈ 70 മാർക്കും ഉറപ്പിക്കാൻ പാകത്തിലേക്ക് ഈ പറഞ്ഞ 3 കോഴ്സുകൾ അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്, സൈലന്റ് ടെക്നിക്കൽ അവൈലബിൾ ആണ്. അതിന് വരുന്ന ഫീസ് എന്ന് വെറും 5,000 താഴെ, ദാറ്റ് ഈസ് 4,999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠനം നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് PSC ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മാസം കഴിയുന്തോറും പുതിയ ആ ഒരു പോസ്റ്റുകളൊക്കെ തന്ന് പുതിയ ആ ജോലി ഇതൊക്കെ നമുക്കറിയാം. ഒരുപാട് സമയം ഒന്നും ഇപ്പം പോസ്റ്റ് വന്ന് ആ ഒരു എക്സാം കഴിഞ്ഞ ശേഷം ലിസ്റ്റ് വരാൻ വേണ്ടി വരുന്നില്ല. 3 മാസം കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് വരുന്നു, 5 മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് വരുന്നു, 6-ാം മാസം അല്ലെങ്കിൽ 7-ാം മാസമായിട്ട് നമ്മൾ അഡ്വൈസ് കിട്ടുന്നു. അപ്പോൾ ഒരു വർഷം കാത്തിരിക്കേണ്ട സമയമൊന്നും ഇപ്പോഴില്ല. അപ്പോൾ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പഠനം വളരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. അപ്പം നിങ്ങളുടെ പഠനത്തിന്റെ കൂടെ സൈലന്റ് ടെക്നിക്കൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നമ്മൾ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻസ് ഒക്കെ ഉറപ്പുവരുത്തുക. നമുക്ക് ഈ പറഞ്ഞ ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള മിഷൻ ഓവർസിയർ ബാച്ചുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് 9995100800 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.